ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ബെറിക് സിറ്റിയിലുള്ള ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് കാണാനായിട്ടാണ് പോകുന്നത്. ആ ഗ്രൗണ്ടിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചോളൂ. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഈ റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതിന് തൊട്ട് സമീപം തന്നെയാണ് ഈ ക്രിക്കറ്റ് ഗ്രൗണ്ട് നിലകൊള്ളുന്നത്. ഇതാ നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിന് സമീപം എത്തിയിരിക്കുകയാണ്. സ്റ്റേഡിയത്തിന് സമീപം മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല പച്ചപ്പും മനോഹരമായ പൂന്തോട്ടങ്ങളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഈ സ്റ്റേഡിയത്തിൻ്റെ പവിലിയനാണ് ആ കാണുന്നത്. ആൾക്കാർക്ക് ഇരിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുള്ള പവിലിയനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഞാനിപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഒരു സൈഡ് വഴി നടക്കുകയാണ്. സ്റ്റേഡിയത്തിൻ്റെ സമീപത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. കുറേ ദൂരം നടന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റേഡിയം കാണാൻ സാധിക്കത്തുള്ളൂ. ഞാൻ നടന്ന് സ്റ്റേഡിയത്തിൻ്റെ സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ മനോഹരങ്ങളായ റെസിഡൻഷ്യൽ ഹൗസസുകൾ നമുക്ക് ഈ സ്റ്റേഡിയത്തിന് സമീപം കാണാൻ സാധിക്കും. ഇതാ സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് സമീപം നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ വിശാലമായ ഒരു സ്റ്റേഡിയമാണ്. ഒരു മൾട്ടിപർപ്പസ് സ്റ്റേഡിയം ആണെന്നാണ് കരുതുന്നത്. എല്ലാ തരത്തിലുള്ള കളികൾക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഗ്രൗണ്ടാണ് ഇവിടെയുള്ളത്. ഒരു വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ് എന്നാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അനുമാനിക്കാവുന്നത്. വളരെ വിശാലമായ ഒരു ഗ്രൗണ്ടാണ് ഇവിടെയുള്ളത്. ഞാനിപ്പോൾ ഈ സ്റ്റേഡിയത്തിൻ്റെ പുറംവശത്തുള്ള ഫുട്പാത്തിൽ കൂടി ഈ സ്റ്റേഡിയത്തിന് ഒരു വലം വയ്ക്കുകയാണ്. 10-20 മിനിറ്റ് നടന്നാൽ മാത്രമേ ഈ സ്റ്റേഡിയത്തിന് ഒന്ന് വലം വയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അത്രയും വിശാലമായ ഒരു സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പുറകുവശത്തുകൂടി നമുക്ക് നടക്കാനുള്ള ഫുട്പാത്തുകൾ ഒരുക്കിയിട്ടുണ്ട്. ഈ നടപ്പാത വഴിയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ മെൽബണിലെ ബെറിക് എന്ന സിറ്റിയിലാണ് ഈ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ആ സ്റ്റേഡിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ സമയം ഏതാണ്ട് 1 മണിയോടുകൂടി എത്തി നിൽക്കുകയാണ്. സൂര്യപ്രകാശം നന്നായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. പലപ്പോഴും ഇവിടെ ഒരു ക്ലൗഡി അന്തരീക്ഷമാണ്. ചാറ്റൽ മഴ പല സമയത്തും ഉണ്ടാകാം.
മിസ്റ്റ് ഉണ്ടാകാം. പക്ഷെ ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. സ്റ്റേഡിയത്തിൽ കൂറ്റൻ സ്കോർ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. കളി നടക്കുമ്പോൾ അതിൻ്റെ സ്കോർ എഴുതി കാണിക്കുന്ന സ്കോർ ബോർഡാണ് ആ കാണുന്നത്. വിശാലമായ പുൽത്തകിടികൾ ഈ സ്റ്റേഡിയത്തിന് പുറകിൽ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ പുൽത്തകിടികളാണ്, നാച്ചുറലായിട്ടുള്ള പുൽത്തകിടികളാണ് അവ. നമ്മുടെ നാട്ടിൽ മനോഹരങ്ങളായ സ്റ്റേഡിയങ്ങൾ വളരെ കുറവാണ്. ഇവിടെ എന്നാൽ ധാരാളം ഇതുപോലുള്ള സ്റ്റേഡിയങ്ങളുണ്ട്. സ്പോർട്സ് വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ധാരാളം സ്റ്റേഡിയങ്ങൾ, അവയിൽ കൂടുതലും ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. കലാകായിക വിനോദങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഓസ്ട്രേലിയയിലുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക അതായിട്ടുള്ളത് വൃത്തിയാണ്. വളരെ വൃത്തിയുള്ള ഒരു നഗരമാണ് മെൽബൺ സിറ്റി. പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ അതുപോലുള്ള മറ്റ് മാലിന്യങ്ങളോ ഇവിടെ അശേഷം തന്നെ കാണാൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഫുട്പാത്തുകളൊക്കെ എത്ര വൃത്തിയോടുകൂടിയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ വൃത്തിയുടെ കാര്യത്തിൽ വളരെ പിന്നോക്കമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും കൊണ്ട് നിറഞ്ഞ പുഴകളും തോടുകളും കനാലുകളും മാത്രമേ നമ്മുടെ കേരളത്തിൽ കാണാനുള്ളൂ. ഈയിടെയുണ്ടായ ഒരു ദുരന്തം നമ്മളെ ഏവരെയും ഞെട്ടിക്കുന്നതാണ്. ഒരു മനുഷ്യൻ അഴുക്കുചാലിൽപ്പെട്ട് ആ മനുഷ്യന് അന്ത്യം സംഭവിച്ച സംഭവം ഈയിടെ നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് സംഭവിക്കുകയുണ്ടായി. അങ്ങനെ സംഭവിച്ച ഒരു ദുരന്തത്തിൻ്റെ ബാക്കിപത്രം ഞങ്ങൾ ഇവിടെ ഓസ്ട്രേലിയയിൽ TV ചാനലിൽ കൂടി വീക്ഷിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അത്രേ മനസ്സിനെ നടുക്കിയ ഒരു സംഭവമായിരുന്നു അത്. നമ്മുടെ നഗരങ്ങളൊക്കെ എത്ര വൃത്തിഹീനമാണ് എന്ന് നമ്മൾ ഇവിടെ വന്ന് നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ശുചിത്വമില്ലായ്മ, വൃത്തിയില്ലായ്മ, അഴുക്കുചാലുകളിലെ മാലിന്യങ്ങൾ, കൂമ്പാരം എന്നിവ നമ്മളെ എന്തുമാത്രം ഭയപ്പെടുത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.